ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് വന്നിട്ടുള്ളത് ഒരു കോഴിക്കോട് ബിരിയാണി ആയിട്ടാണ്. അപ്പം അങ്ങനെ കുക്കറിൽ ഇറച്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1.25 കിലോനാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അതിൻ്റെ ശേഷം ഒരു വിസിൽ വരുന്നവരെയാണ് വേവിച്ചെടുക്കുന്നത്. അപ്പം അതൊക്കെ മാറ്റി വെക്കാം. ഇനി അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ജീരകമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് തോനെ അരച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ അത് പാകത്തിന് ഇതിലേക്ക് എടുത്ത ശേഷം ബാക്കി ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അത് ആ ചിക്കൻ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി അതൊന്ന് കോരിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് ആ വെള്ളം മാറ്റി വെക്കാം. അപ്പോൾ സബോളയും തക്കാളിയും ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ബിരിയാണിക്കുള്ള ഒരു മസാല ഉണ്ടാക്കാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് സ്വല്പം നെയ്യ് ഒഴിച്ചിട്ട് സബോളയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം അതിലേക്ക് ചിക്കൻ പൊരിച്ച് വെച്ചിട്ടുണ്ട്. അത് വേറെ മാറ്റി വെച്ചേക്കണം. അത് പിന്നെ വീഡിയോ കാണിക്കാം. അപ്പം അതിൻ്റെ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയ ശേഷം ഒന്ന് മൂടി വെക്കാം. അപ്പോഴേക്കും കുക്കറിൽ കുറച്ച് നെയ്യും ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സബോള ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായി വഴറ്റിയ ശേഷം പട്ട, ഗ്രാമ്പു, ഏലക്കായ അതാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്ന് ചെറുതായി ഒന്നും കൂടി വഴറ്റിയ ശേഷം ആ ചിക്കൻ വേവിച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അരിക്ക് അനുസരിച്ച് വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം അങ്ങനെയാണ്. അപ്പോൾ 1 കിലോനാണ് അരി എടുത്തിട്ടുള്ളത്. അത് കഴുകി വൃത്തിയാക്കി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഇളക്കിയ ശേഷം അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം പട്ടട ഇല, അതായത് നീളമുള്ള സൈസ് ഇലയാണ്. അപ്പോൾ അത് ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അതിൻ്റെ പേര്. അപ്പോൾ അത് 2-3 കഷ്ണാക്കിയിട്ട് ഇട്ട് കൊടുത്ത് കുക്കറൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം സബോള വഴറ്റിയതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ മൂടി വെച്ച് കൊടുക്കാം. സബോളയും തക്കാളിയും അധികം വഴയേണ്ട ആവശ്യമില്ല, ചെറുതായി വഴന്നാൽ മതി. അപ്പോൾ അതിലേക്ക് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല പൊടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയ ശേഷം അതിലേക്ക് ചിക്കൻ വേവിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ചിക്കൻ പൊരിച്ച വെളിച്ചെണ്ണയാണ്, അത് കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഇതിൻ്റെ കൂടെ കഴിക്കാൻ ചിക്കൻ പൊരിച്ചതാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഓയിലാണ്, അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തൈരും ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ഇളക്കിയ ശേഷം അതിലേക്ക് ഒരു സ്വല്പം കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം വഴറ്റുമ്പോൾ ഇട്ട് കൊടുത്തതല്ലേ, അപ്പോൾ അത് ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ഇളക്കി അതിൻ്റെ ശേഷം അതിലേക്ക് വേപ്പിൻ്റെ ഇലയും മല്ലിച്ചപ്പും പുതിനയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ആ പട്ടട ഇല പോലത്തെ നീളമുള്ള ഇലയാണ്, അത് അതിലേക്ക് ഒരു സ്വല്പം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയ ശേഷം വാഴൻ്റെ ഇലയാണ്, അത് അതിൻ്റെ മീതെ ഇട്ട് കൊടുത്ത് ചോറ് വേവിച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് പരത്തി വെക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം കുറച്ചും കൂടെ ചോറ് അതിൻ്റെ മീതെ ഇട്ട് കൊടുത്ത് ബാക്കിയുള്ളതും അതിൻ്റെ മീതെ ഇട്ട് കൊടുത്ത് ഗരം മസാലയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊരിച്ചെടുത്തതാണ്. എന്നിട്ട് മല്ലിച്ചപ്പും പുതിനയിലയും ഇട്ട് കൊടുത്ത് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം വെച്ച ശേഷമാണ് വിളമ്പുന്നത്. നല്ല രുചിയാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ. അപ്പോൾ ചോറൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അതൊന്ന് ഇളക്കി ഇനി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ടാണ്. അപ്പോൾ എല്ലാ സൈഡും ഇളക്കിയിട്ടില്ല, ഒരു സൈഡ് മാത്രം ഇളക്കി കാണിച്ചതാണ് വീഡിയോയിൽ. അപ്പോൾ എല്ലാ ചോറും റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ അടിയിൽ വെച്ച വാഴൻ്റെ ഇലയാണിത്. കണ്ടില്ല, മസാലയൊക്കെ അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ഇല എല്ലാം എടുത്ത് മാറ്റി ചോറ് ഒന്നിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല രുചിയാണ്. അപ്പം എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടാ. എന്നിട്ട് മേശമ്മ എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട്, ചോറും കറിയും
വെറും ചോറും മീൻ വറുത്തതും അല്ലാതും മീൻ കറിയൊക്കെ. അപ്പം എല്ലാവരും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറ്റൊരു വീഡിയോയുമായിട്ട് വരാം.